കേരളത്തിന്റെ വടക്കേ അറ്റത്തു നിന്നും 5ാമതായി സ്ഥിതി ചെയ്യുന്ന ജില്ല. കേരളത്തിന്റെ തനതായ സാംസ്കാരിക പൈതൃകത്തിന് വളരെയേറെ സംഭാവന ചെയ്ത ജില്ല മലപ്പുറം. മലയാള ഭാഷയുടെ പിതാവായ എഴുത്തച്ഛൻ EMS മോയിൻകുട്ടി വൈദ്യർ, ഉറൂബ്, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, പൂന്താനം, അക്കിത്തം തുടങ്ങിയ സാംസ്കാരിക നായകരുടെ മണ്ണ് മലപ്പുറം. മലപ്പുറം ജില്ലയിലെ ഏറനാട്ടിൽ നിന്നും ആരംഭിച്ച് കേരളത്തിനകത്തും പുറത്തും മറ്റ് വിദേശ രാജ്യങ്ങളിലും ഓഫ്ലൈനായും ഓൺലൈനായും പഠിച്ച് ഒട്ടേറെ ടീച്ചർമാരെ വിഭാവനം ചെയ്ത ബേസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ബേസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിൻ്റെ വിജയകരമായ 10 വർഷങ്ങൾ. SSLCയും +2വും ഡിഗ്രിയും കഴിഞ്ഞ് പാതി വഴിക്ക് പഠനം മുടങ്ങിയ വനിതകൾക്ക് അവരുടെ ടീച്ചർ എന്ന സ്വപ്നം സഫലമാക്കാൻ പിന്തുണയേകിയ ബേസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇക്കാലയളവിൽ കേരളത്തിനകത്തും പുറത്തുമായി 1200-ലധികം ടീച്ചർമാർ പലയിടങ്ങളിൽ ജോലി ചെയ്യുന്നു എന്നതും 1 വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ 70%-ലധികവും ജോലിയിൽ പ്രവേശിക്കുന്നു എന്നതും ബേസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മറ്റിതര സ്ഥാപനങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഓരോ വർഷങ്ങളിലും അധ്യയനത്തിനെത്തുന്ന അധ്യാപിക വിദ്യാർത്ഥിനികളെ അവരുടെ അഭിരുചികൾക്കനുസരിച്ച് നവ ആശയങ്ങൾ ബേസ് കൈമാറുന്നു. കൗൺസിലിംഗ് ക്ലാസുകൾ, ജനറൽ അവയർനെസ് ക്ലാസുകൾ, പ്രസംഗ പരിശീലനം, സ്പോക്കൺ ഇംഗ്ലീഷ്, 1 ഡേ വർക്ക്ഷോപ്പുകൾ തുടങ്ങി വ്യത്യസ്തമായ നൂതന ആശയങ്ങൾ ഉൾപ്പെടുത്തി ബേസ് വിദ്യാർത്ഥികളെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു. കഴിഞ്ഞ കാലത്തുണ്ടായ ഒട്ടേറെ ദുരനുഭവങ്ങൾ പകച്ചുപോയവർക്ക് ഒരു താങ്ങാവാൻ ബേസിന് സാധിച്ചു. അതിൽ ഒരിക്കലും മറക്കാനാവാത്ത മുറിവായിരുന്നു 2019-ലെ പ്രളയം. പ്രളയത്തിൽ പുസ്തകം നഷ്ടപ്പെട്ടവർക്ക് പുസ്തകങ്ങൾ നേരിട്ടെത്തിച്ച് നൽകുന്നതിൽ ബേസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകം ശ്രദ്ധ നൽകി. ലോകത്ത് ലക്ഷക്കണക്കിന് മനുഷ്യജീവനുകൾ പൊലിഞ്ഞു പോവാൻ കാരണമായ കൊറോണ കാലം. ഈ സമയത്ത് ഓൺലൈൻ പാഠ്യപദ്ധതി തയ്യാറാക്കി കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ ബേസ് മാനേജ്മെന്റ് പ്രത്യേകം ശ്രദ്ധിച്ചു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. അവസാനമായി നമ്മെ വേദനിപ്പിച്ച വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തം. 1000-ലധികം നോട്ട് ബുക്കുകളും മറ്റു പഠനോപകരണങ്ങളും വയനാട് കളക്ടറെ നേരിൽ കണ്ട് അർഹരിലേക്ക് എത്തിക്കുന്നതിന് ബേസ് മാനേജ്മെന്റിനും സ്റ്റുഡൻസിനും സാധിച്ചു എന്നത് സന്തോഷമുളവാക്കാവുന്നതാണ്. ഈ കാരുണ്യ പ്രവർത്തനത്തിന് വയനാട് കളക്ടർ ശ്രീമതി മേഘശ്രീ IAS പ്രത്യേകം പ്രശംസിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് കാലാനുസൃതമായ മാറ്റം അനിവാര്യമാണെന്ന തിരിച്ചറിവ് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് നൂതന ആശയങ്ങൾ പറഞ്ഞുകൊടുക്കുന്നതോടൊപ്പം നാളെ ടീച്ചർക്കുണ്ടാകേണ്ട ഗുണങ്ങൾ, ടീച്ചർ ആരായിരിക്കണം തുടങ്ങി വ്യത്യസ്തമായ ക്യാമ്പുകൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതെല്ലാം നിരന്തരമായി ബേസ് നൽകുന്നു. ഒരു ദിവസം ബേസിന്റെ ഭാഗമാവാൻ എത്തിയവർ, ബേസിൽ നിന്നും 10 മാസങ്ങൾ കൊണ്ട് 10 വർഷത്തെ സന്തോഷങ്ങൾ ലഭ്യമായവർ, ആവശ്യമായ സമയങ്ങളിൽ കൃത്യമായ സപ്പോർട്ട് നൽകിയ ബേസ്, സ്കൂളുകളിൽ വരുന്ന ഒഴിവുകൾ അറിയിക്കുകയും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ ആവശ്യമായ സഹായങ്ങളും ബേസ് ചെയ്തു വരുന്നു. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC കോഴ്സുകളിൽ നൂതന ആശയങ്ങളുമായി ബേസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് യാത്ര തുടരുമ്പോൾ നിങ്ങളേവരും കൂടെയുണ്ടാവണമെന്നും നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ബേസ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 10ാം വാർഷികത്തിന് സമാരംഭം കുറിക്കുകയാണ്.